അവർ 3 പേരും കൺഫേംഡ് ടിക്കറ്റിൽ ദുർഗിൽ നിന്ന് ആഗ്രയിലേക്ക് ട്രാവൽ ചെയ്യാൻ വന്നതാണ്. അവർ നിസാമുദ്ദീൻ ഹംസഫർ എക്സ്പ്രസ്സിൽ വിത്ത് കൺഫേം ടിക്കറ്റ് ദേവർ പ്ലാനിങ് ടു ട്രാവൽ. അവരുടെ പേരൻസിൻ്റെ കൺസെൻറ്റ് ലെറ്റർ അവരുടെ കയ്യിലുണ്ടായിരുന്നു, സിസ്റ്റേഴ്സിൻ്റെ കയ്യിലുണ്ടായിരുന്നു. കൂടാതെ അവരുടെ ആധാർ കാർഡ് കാണിക്കുന്ന അനുസരിച്ച് അവരെല്ലാവരും മേജറാണ്. ആധാർ കാർഡിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്, ടിക്കറ്റ്സിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുണ്ട്. അവരെല്ലാവരും സ്വന്തം ഇഷ്ടത്തോടു കൂടി വന്നവരാണ്. ഈ ഇൻസിഡൻ്റ് ഉണ്ടായത് പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിൽ ഇവർ ബസ്സിന് വന്നു. നാരായൺപൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്തു നിന്ന് ബസ്സിന് വന്നിട്ട് ദുർഗിൽ ഇറങ്ങി. ദുർഗ് ബസ് സ്റ്റോപ്പിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോരുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ദെയർ വാസ് എ കൺഫ്രണ്ടേഷൻ ഫ്രം സംബഡി. അവരോടാണ് അവർ പ്ലാറ്റ്ഫോം ടിക്കറ്റ് ആവശ്യപ്പെട്ടു. അപ്പോൾ കുട്ടികൾ പറഞ്ഞു ഞങ്ങൾക്ക് ഓൾറെഡി ടിക്കറ്റ്സ് ഉണ്ട്, ഇപ്പോൾ ടിക്കറ്റ്സ് ഉള്ള പാസഞ്ചേഴ്സ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ടിക്കറ്റ്സ് സിസ്റ്റേഴ്സിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. സിസ്റ്റേഴ്സുമായിട്ട് അപ്രോച്ച് ചെയ്തു, ടിക്കറ്റ്സ് കാണിച്ചു കൊടുത്തു. ആൻഡ് ദെൻ ദെർ വാസ് എ പ്രോബ്ലം ആൻഡ് ലേറ്റർ സംഹൗ ത്രൂ മീഡിയ ഓർ സംബഡി പാരിഷ് പ്രീസ്റ്റ്, അടുത്തുള്ള പാരിഷ് പ്രീസ്റ്റ് അറിഞ്ഞു. പാരിഷ് പ്രീസ്റ്റ് പിന്നെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷെ നമ്മളൊക്കെ പോയപ്പോൾ നമ്മൾ ആരെയും, അതായത് പാരിഷ് പ്രീസ്റ്റിൻ്റെയും അവിടുത്തെ സിസ്റ്റേഴ്സിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് അനുസരിച്ച് ആരെയും അകത്ത് കടക്കാൻ അനുവദിച്ചില്ല. സിസ്റ്റേഴ്സ് വെർ ഇൻ ട്രബിൾ. പിന്നെ കുട്ടികൾ കൊടുത്ത സ്റ്റേറ്റ്മെൻറ്റ്സിനെയൊക്കെ റിവേർട്ട് ചെയ്യാനായിട്ട് അവർ ഫോഴ്സ് ചെയ്തു എന്നാണ് ഞങ്ങൾ അറിയപ്പെടുന്നത്. ഞങ്ങൾക്ക് കിട്ടിയേക്കണേ ഞങ്ങൾ നിർബന്ധിച്ച് കൊണ്ടതാണെന്ന് പറയാൻ ആവശ്യപ്പെട്ടു കുട്ടികളോട്. ആയിരിക്കാം, വി ഡോണ്ട് നോ. രാഷ്ട്രത്തിൻ്റെ ആണോ അതോ ഈ ഫ്രിഞ്ച് ഗ്രൂപ്പിൻ്റെ ആണോ എന്നൊന്നും അറിയില്ല. പക്ഷേ അങ്ങനെ ഒരു ഫാക്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയുന്നവർ നമ്മളോട് പറഞ്ഞേക്കുന്നത്. നിരന്തരമായിട്ട് ബജ്രംഗൾ അല്ലെങ്കിൽ BHP പോലുള്ള സംഘടനകൾ ഇത്തരം സംഭവങ്ങൾ നേരത്തെ ഉണ്ടായപ്പോഴും പറയുന്ന ഒരു കാരണം അവർക്ക് പൂർണ്ണ ബോധ്യമാണ് ഫോഴ്സ്ഫുള്ളി കൺവേർഷൻ നടത്തുന്നത്. അതിനെ കുറിച്ച് എന്താണ്? അവരുടെ ഈ പൂർണ്ണ ബോധ്യത്തിനെ കുറിച്ച് എനിക്കൊരു കമൻറ്റ് പറയാനില്ല. ഞങ്ങൾക്ക് പൂർണ്ണമായ എവിഡൻസുകളുണ്ട്. ഞങ്ങൾ ആരെയും കൺവേർട്ട് ചെയ്തിട്ടില്ല, ആരെയും ഫോഴ്സ്ഫുള്ളി കൊണ്ടുവന്നിട്ടില്ല. അവർ ക്രിസ്ത്യൻസ് ആണ്. സ്ഥാപനത്തിന് കീഴിലുള്ള സഭയ്ക്ക് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ജോലിക്ക് വേണ്ടി വന്നത്.